യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷത്തോടെയാണ് ദൈവവചനം നിങ്ങളുടെ അടുത്തേക്ക് പ്രാർത്ഥനയോടെ എത്തിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ, വിലയുള്ള ദൈവാനുഗ്രഹങ്ങളെ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് കൈമാറുന്ന, കൊടുക്കുന്ന ഒരു സമയം കൂടിയാണിത്. നമ്മെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു സമയം. നിങ്ങളെല്ലാവരെയും ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്നൊരു പകലാണിവിടെ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ നടത്തുന്ന എല്ലാ ദൈവീക ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ശുശ്രൂഷകളുണ്ട്. അതെല്ലാം ഓരോരുത്തർക്കും ഓരോ തരത്തിൽ അനുഗ്രഹമായി മാറുന്നുണ്ട്. ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇന്ന് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. എല്ലാ അധ്യാപകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കൽ ഒരു വലിയ ജോലിയാണ്, ഒരു ശുശ്രൂഷയാണ്, ഒരു വലിയ കാര്യമാണ്. സകല അധ്യാപകരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നഴ്സറി മുതൽ പഠിപ്പിക്കുന്ന, എഴുതിക്കുന്ന, വായിച്ചു കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ഒത്തിരി അനുഗ്രഹീതരായ അധ്യാപകർ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെ ഇന്ന് വരെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും നമുക്ക് ഓർക്കാം. നമുക്ക് വഴിയും മാർഗവും വെളിച്ചവും ഒക്കെ പറഞ്ഞു തന്ന സകല അധ്യാപകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ളപ്പോഴും അതിനിടയിൽ ഒത്തിരി ത്യാഗം സഹിച്ചൊക്കെയാണ് പലരും ഈ ജോലിയിൽ, ഈ ശുശ്രൂഷ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നേത് ആവശ്യത്തോടെ, നിയോഗത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഈ ബൈബിളിലെ എല്ലാ വചനങ്ങളും ആവശ്യമാകണമെന്നില്ല. ഈ ബൈബിളിലെ ഒരു വചനം മതി ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, നിൻ്റെ ഒരു വാക്കുമതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. നിങ്ങൾ കേൾക്കുന്ന ഒരു വചനം മതി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമാകാൻ, വഴിത്തിരിവാകാൻ, പുതിയ തീരുമാനമാകാൻ, ദൈവം കൈപിടിച്ചു നടത്താൻ. നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും, ഈ വചനം കേൾക്കുന്നവർ, ഇത് കൈമാറുന്നവർ, പറഞ്ഞു കൊടുക്കുന്നവർ, എഴുതി വയ്ക്കുന്നവർ, സ്റ്റാറ്റസ് ഇടുന്നവർ, സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ വെളിച്ചമായും വഴിത്തിരിവായും മാറട്ടെ. ഇതൊരനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പ്രതീക്ഷയോടെ ഈ വചനം നമ്മൾ കേൾക്കുവാണ്. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. സക്രിയ 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കാൻ ആദ്യത്തെ കല്ലിട്ട നാൾ മുതൽ. എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? ആ കല്ലിട്ട ആദ്യ നാൾ മുതൽ എന്തോ ഒരു കാര്യം ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം, ദൈവികമായൊരു കാര്യത്തിന് ഒരു കല്ലിട്ട അന്ന് മുതൽ എന്തൊക്കെയോ മാറ്റങ്ങൾ, എന്തൊക്കെയോ പ്രത്യേകതയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മൾ കേൾക്കുന്നതും ചില തുടക്കങ്ങൾ, ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ പോലെ തന്നെയാണ് ഓരോ വചനം കേൾക്കാൻ തുടങ്ങിയ ദിവസവും. അങ്ങനെ ദൈവത്തിൻ്റെ ആലയത്തിന് കല്ലിട്ട നാൾ മുതൽ 11-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്.
സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനിപ്പോൾ ഈ ജനത്തിൽ അവശേഷിക്കുന്നവരോട് മുൻകാലങ്ങളിൽ എന്ന പോലെ വർത്തിക്കുകയില്ല. ചില മാറ്റങ്ങൾ വരും. ചില നന്മകളുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുള്ളത് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കാൻ കല്ലിട്ട നാൾ മുതൽ. പ്രിയപ്പെട്ടവരെ, നമ്മളും ചില നന്മകൾക്ക് തുടക്കമിടുന്ന സമയമാണ് ദൈവവചനം കേൾക്കുന്ന സമയം. ദൈവാനുഗ്രഹത്തിൻ്റെ കല്ലിട്ട നാൾ മുതലെന്ന് പറഞ്ഞത് ശരിക്കും പ്രാർത്ഥിച്ചു തുടങ്ങുന്ന, വചനം കേട്ട് തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ്. 12-ാമത്തെ വാക്യം, ഞാൻ സമാധാനം വിതയ്ക്കും. ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആ ദൈവികമായ ആ കടാക്ഷത്തിൽ നിൽക്കുന്ന നിങ്ങളോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉറപ്പ്, ഞാൻ നിങ്ങളിൽ സമാധാനം വിതയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലേ? വീടിനകത്ത് സമാധാനമില്ലേ? ഈ വചനം കേൾക്കുന്നത് നിർത്തരുത്. കാരണം ഈ വചനത്തിലൂടെ ദൈവം നൽകുന്നത്, നിങ്ങളിൽ നൽകുന്നത് സമാധാനമാണ്. സമാധാനം, ആ വാക്ക് പറയുമ്പോൾ തന്നെ എന്തൊരു സമാധാനമാണ്. സമാധാനം വിതയ്ക്കും. പിന്നെയോ മുന്തിരി ഫലം നൽകും. പണ്ടെങ്ങനെയായിരുന്നു? മുന്തിരി വലിയ ഫലമൊന്നും നൽകുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മുന്തിരി ഫലം നൽകുന്നു. നിലം വിളവ് നൽകും. ആകാശം മഞ്ഞ് പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. ഈ അനുഗ്രഹങ്ങൾ ഈ സ്വന്തമാക്കാൻ ദൈവം ഇടയാക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ ഇവർക്കുണ്ടാകാൻ ഇവർ ചെയ്ത വലിയ കാര്യം ഏതാണ്? അവർ ചെയ്ത കാര്യമാണ് മുകളിൽ എഴുതിയിട്ടുള്ളത്. 9-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ മുതൽ. നിങ്ങളൊരു പക്ഷേ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നാൾ മുതൽ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കാൻ തുടങ്ങിയ നാൾ മുതൽ, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയ നാൾ മുതൽ, പ്രിയപ്പെട്ടവരെ, ഇതൊരു ദൈവീക കാര്യമാണ്. ഡെയിലി ബ്ലെസ്സിങ് അതിലൂടെ പറയുന്നത് വ്യക്തിപരമായ എന്തേലും കാര്യമല്ല. ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ സ്വരമാണ്, ദൈവത്തിൻ്റെ ഹൃദയമാണ് നിങ്ങളുടെ അടുത്തെത്തുന്നത്. ദൈവവചനമാണ്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത് കേൾക്കുന്നത്, കാണുന്നത്, എഴുതുന്നത്, സ്റ്റാറ്റസ് ഇടുന്നത്, അല്ലെങ്കിൽ അത് അനേകർക്ക് അയച്ചു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് നൽകുന്നത് ഒരു അനുഗ്രഹമാണ്. ഈ ശുശ്രൂഷയിൽ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നേരത്തെ എഴുന്നേൽക്കുന്നവരുണ്ട്. വളരെ ഒരുക്കത്തോടെ ഈ വചനം ഒരുങ്ങി കേൾക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണത്. ദൈവത്തിൻ്റെ വലിയൊരു കടാക്ഷമാണത്. ദൈവത്തിൻ്റെ വലിയൊരു നടത്തിപ്പാണ് അനുഭവിക്കുന്നത്. കല്ലിട്ട നാൾ മുതൽ തകർച്ചയുണ്ടായി, പരാജയമുണ്ടായി, തിന്മയുടെ സ്വാധീനം കൂടി, ആധിപത്യം കൂടിയെന്നൊന്നുമല്ല, ദൈവാനുഗ്രഹത്തിൻ്റെ എണ്ണം കൂടിയെന്നാണ് എഴുതിയിട്ടുള്ളത്. ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവ കടാക്ഷത്തിൻ്റെ ആ ഒരു അളവും തീവ്രതയും കൂടിയെന്നാണ് ദൈവവചനം പറയുന്നത്. നിങ്ങളും ഈ ആലയത്തിൽ വന്നവരാകാം, വന്നിട്ടില്ലായിരിക്കാം. ഇവിടെ വന്നവരോട് പറയട്ടെ, വരാത്തവരോട് പറയട്ടെ, ദൈവവചനം കേൾക്കാൻ കല്ലിട്ട, ആ തീരുമാനത്തിൻ്റെ കല്ലിട്ട നാൾ മുതൽ, ആ വചനം എഴുതി വയ്ക്കാൻ തുടങ്ങിയ നാൾ മുതൽ, ഈ വചനം ശ്രദ്ധിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഒന്നിലധികം അനുഗ്രഹങ്ങളെ പറയാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹം തരട്ടെ. ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടും ഒരു ഗുണവും കിട്ടിയില്ല, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങളിൽ മാറ്റം ഉണ്ടായില്ല എന്ന് വിചാരിച്ച്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥന നിർത്തണ്ട. നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നമുക്കതിൻ്റെ നന്മകൾ വെളിപ്പെടുന്നത്, അനുഗ്രഹങ്ങളെ ഉണ്ടാവുന്നത്. സത്യമാണ്, ഇതൊന്നും നഷ്ടമല്ല, ഇതൊന്നും വെറുതെയായി പോകില്ല. ഇതൊക്കെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ എവിടെയൊക്കെയോ അനുഗ്രഹത്തിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റായി മാറിയിട്ടുണ്ട്. ദൈവാനുഗ്രഹമായിട്ടത് മാറും. നഷ്ടമല്ല, വെറുതെയായി പോകില്ല. വരണ്ടായിരുന്നു, കേൾക്കണ്ടായിരുന്നു തോന്നിയല്ല. എഴുതി പറയാൻ, ഓർത്തു പറയാൻ, മരണം വരെ ഓർക്കാൻ
കഴിയുന്ന വിധത്തിലുള്ള അനുഗ്രഹങ്ങളെ ദൈവം തരും. കല്ലിട്ട നാൾ മുതൽ പറയുന്ന വാക്കാണ്, സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും, ആകാശം മഞ്ഞുപൊഴിക്കും, ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തെ ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ഇവിടെ നിയോഗ പ്രാർത്ഥന അല്ലെങ്കിൽ നിയോഗം എഴുതിക്കൊടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിയോഗം സമർപ്പിച്ച് മുട്ടിലിഴഞ്ഞ് വേളാങ്കണ്ണി മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ മുട്ടിലിഴഞ്ഞ് ധ്യാനച്ചാപ്പിൽ പ്രാർത്ഥിക്കാറുണ്ട്. അതെല്ലാം ഒരു അനുഗ്രഹമാണ്, അതെല്ലാം ഒരു സമർപ്പണമാണ്, അതെല്ലാം ഒരു ഏൽപ്പിക്കലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ വന്നവർ, വന്നുകൊണ്ടിരിക്കുന്നവർ, ഇന്നുവരെ വന്നവർ, വരാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദത്തെ പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ആ വചനം നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിച്ചേ. ഇന്ന് ദൈവവചനം കേട്ടതൊരു വഴിത്തിരിവാകട്ടെ, ആ രോഗത്തിന് സൗഖ്യമാകട്ടെ, ആ വലിയ വെല്ലുവിളിയുടെ മുമ്പിൽ അതൊരു പരിഹാരമാകട്ടെ, ആ ഒരു പ്രതിസന്ധിക്കൊരു ഉത്തരവായി മാറട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു അനുഭവമായി മാറട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ മനുഷ്യനല്ല നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവമാണ്. ദൈവത്തിൻ്റെ കരമാണ് നിങ്ങളിൽ വെളിപ്പെടുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുന്നത്. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ഏൽപ്പിക്കുന്നു, നിങ്ങളെ സമർപ്പിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ് നിങ്ങൾ കേൾക്കുന്നു. നിങ്ങളിലൂടെ അനേകം ആളുകൾ ഈ വചനം എത്തുന്നു. ഇന്നേ ദിവസം ഒരു വ്യക്തിയെങ്കിലും പുതിയതായി വചനം കേൾക്കാനിടയാകട്ടെ, അറിയാനിടയാകട്ടെ, ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടാനിടയാകട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യവും അനുഗ്രഹിക്കപ്പെടട്ടെ. ആ രോഗത്തെ ഓർത്തൊന്നും ഭയം വേണ്ട, ഒന്നും നിനക്ക് വരില്ല. ഒന്നും വരാതെ ദൈവം സുരക്ഷിതമായി പരിപാലിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറും, ആ ജോലിയുടെ പ്രതിസന്ധികൾ മാറും, ആ ജോലി സ്ഥിരപ്പെടും, ആ വിസ ശരിയാകും, ആ PR നിനക്ക് കിട്ടും, ആ രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയും. നിൻ്റെ കുടുംബത്തിന് നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. ആ വിവാഹം നടക്കും. വിവാഹം നടക്കാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ആ ഭവനത്തിൽ വെളിപ്പെടും. ആ ബന്ധം ഒരു അനുഗ്രഹമാകും. ആ പിണക്കങ്ങൾ മാറും, ആ അസ്വാസ്ഥ്യങ്ങൾ മാറും, ആ അകൽച്ചകൾ മാറി വരും. വീട് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആ വീട് പണി പൂർത്തിയാകും. ആ സ്ഥലം മേടിക്കും. അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകും. എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ വചനങ്ങളൊക്കെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഉപകാരമാണ്, അനുഗ്രഹമാണ്. നിങ്ങളിലൂടെ അനേകർ ദൈവത്തെ അറിയാൻ ഇടവരട്ടെ. അതൊരു ദൈവ രാജ്യ മഹത്വത്തിന്, ദൈവനാമ മഹത്വത്തിനൊക്കെ കാരണമാകട്ടെ. നാളെ ശനിയാഴ്ച ഒരുമിച്ച് വചനം കേൾക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.